നമസ്കാരം. വിഷ്ണുമായ സോമയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷവും സമാധാനവുമുള്ള ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ. പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹത്താൽ വീട് നിർമ്മിക്കുക എന്നതാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. വാസ്തുവിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും എപ്പോഴും നിലനിൽക്കുമെന്നാണ് വിശ്വാസം. വിവിധ ഊർജതരംഗങ്ങൾ ഗൃഹവാസികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അതിനെ അടിസ്ഥാനമാക്കിയാണ് വാസ്തു നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളിൽ മുറികളായിരിക്കണം. അവിടെ വേണം പണവും മറ്റു രേഖകളും സൂക്ഷിക്കേണ്ടത്. വീടിൻ്റെ തെക്ക് കിഴക്ക് അഗ്നികോണിൽ ധനം സൂക്ഷിച്ചാൽ അനാവശ്യ ചിലവുകൾ വന്നു ചേരുന്നതാണ്. അഗ്നികോണിൽ മുറികൾ പണിയുന്നതിലും നല്ലത് അടുക്കള നിർമ്മിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് മുറിയിലാണ് ധനം സൂക്ഷിക്കുന്നതെങ്കിൽ കടബാധ്യതയാണ് ഉണ്ടാവുക. ഈശാനകോണായ വടക്ക് കിഴക്ക് ഭാഗം പൂജാമുറിക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനമുറിക്കോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പണം സൂക്ഷിക്കാൻ വടക്ക് പടിഞ്ഞാറ് വായുകോണിലുള്ള മുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വരവിൽ കഴിഞ്ഞ ചെലവ് ഉണ്ടാവുന്നതാണ്. ഉള്ളതും കൂടി ഇല്ലാതാകുമെന്നാണ് സാരം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വീടിൻ്റെ കന്നിമൂലയിൽ പണവും മറ്റും സൂക്ഷിക്കുന്നതാണ് ഉത്തമം. മുറിയുടെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് ദർശനമായി അലമാര വയ്ക്കുന്നത് നല്ലതാണ്. പണപ്പെട്ടിയുടെ അരികിലായി മയിൽപ്പീലി സൂക്ഷിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. സമ്പത്ത് നിലനിൽക്കാൻ ഭവനത്തിൽ എപ്പോഴും മഹാലക്ഷ്മി പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. രാവിലെയും വൈകുന്നേരം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വിളക്ക് കൊളുത്തുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും നല്ലതാണ്. വൃത്തിയും വെടുപ്പുള്ളിടത്തേ മഹാദേവി വസിക്കുകയുള്ളൂ. വാസ്തു അനുസരിച്ച് വീട് പണിതാലും വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ഗുണഫലങ്ങളൊന്നും ലഭിക്കുകയില്ല. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.